പ്രത്യേകിച്ച് വലിയ അടുപ്പമൊന്നും ഇല്ലെങ്കിലും കുടുംബത്തിലെ കാരണവസ്ഥാനത്തിരിക്കുന്ന ഒരാളല്ലേ, അനുസരിച്ചില്ലെന്ന് വേണ്ടല്ലോ. അതുകൊണ്ടാ അമ്മയുടെ ശ്രാദ്ധം ഈ കുറി ചടങ്ങായിട്ട് തന്നെ നടത്താമെന്ന് വിചാരിച്ചത്. സാർ ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്യാതെ തന്നെ എനിക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒപ്പം ഉണ്ടായിരുന്ന ഒരാള് പെട്ടെന്ന് തിരിച്ചു പോകുമ്പോ ഒരു കുഞ്ഞു സങ്കടം, അത്രേ ഉള്ളൂ. എന്നാലും കുടുംബത്തിൽ ഇങ്ങനെ ചില ആൾക്കാർ കൂടി ഉണ്ടെന്ന് പറയാതിരുന്നതിൽ എനിക്ക് ചെറിയ പരിഭവം ഉണ്ടെന്ന് കൂട്ടിക്കോ. ആരുടെ? നമ്മുടെ ശേഖരമാമന്റെ കാര്യമാണോ? അമ്മാവന്റെ കാര്യം മാത്രമല്ല, മോളുടെ കാര്യം കൂടി ചേർത്ത. ഓ, മനസ്സിലായി. കഥകളൊക്കെ കൂട്ടുകാരി വിസ്തരിച്ചിട്ടുണ്ടാവല്ലേ. കുഞ്ഞുനാൾ മുതൽ വീട്ടുകാരെല്ലാരും കൂടി പറഞ്ഞുറപ്പിച്ചൊരു ബന്ധം, അതുകൊണ്ട് ലൈസൻസോട് കൂടിയുള്ള ഒരു പ്രണയം. പക്ഷേ ചില കാരണങ്ങളാൽ അത് സക്സസ് ആയില്ല. പറഞ്ഞു വരുമ്പോ അങ്ങനെ ഒരു ട്രാജിക് ലവ് സ്റ്റോറിയിലെ നായക പരിവേഷം കൂടി ഉണ്ട് എനിക്ക്. അത് നടക്കാതെ പോയത് ആതിരയുടെ പ്രശ്നം കൊണ്ടായിരുന്നു അല്ലേ? ആ, അങ്ങനെ ഒരു കൂടപ്പറപ്പുള്ളിടത്തേക്ക് മോളെ കെട്ടിച്ചേരാൻ മനസ്സില്ലെന്ന് അമ്മാവൻ. അങ്ങനെയാണെങ്കിൽ ആ ബന്ധം വേണ്ടെന്ന് ഞാനും. ഇടയിൽ പെട്ടുപോയത് പാവ പെൺകുട്ടിയായിരുന്നു. ദോഷം പറയരുതല്ലോ, അച്ഛനെ ധിക്കരിച്ച് അവൾ ഇറങ്ങി വരാൻ തയ്യാറായിരുന്നു. ഞാനായിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഒഴിവായതാ. ഇനി അങ്ങനെ ഒരു പേരുദോഷം കൂടെ വേണ്ടല്ലോ എന്ന് കരുതി. ആ ബന്ധം നടക്കാതെ പോയതിൽ ആതിരയ്ക്ക് നല്ല സങ്കടമുണ്ട്. സങ്കടം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതുകൊണ്ട് എന്ത് കാര്യം അപ്പോ? കൊതിച്ചതൊക്കെ വിധിക്കുന്ന ഒരു ജാതകം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവില്ലല്ലോ. ഞാനും അവളും എല്ലാം ഒന്നും മറന്നു വരുമായിരുന്നു. അതിനിടയിൽ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ഇങ്ങനെ ഒരു കഥാപാത്രം റീ എൻട്രി ചെയ്യുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. എല്ലാം നല്ലതിനു വേണ്ടിയാവുമെന്ന് വിചാരിച്ചാൽ മതി സാർ. ചിലപ്പോ കഥയിൽ ചില അപ്രതീക്ഷിത ട്വിസ്റ്റുകളുമായിട്ടാവും ഈ കഥാപാത്രത്തിന്റെ റീ എൻട്രി എങ്കിലും. അല്ല, വക്കീലും കക്ഷിയായിട്ട് വീണ്ടും കൂട്ടായോ? പിണക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് വല്ലപ്പോഴും കേസൊക്കെ തന്ന് സഹായിക്കുന്ന കക്ഷിയല്ലേ. സാർ കോഫി കുടിക്ക്, ഞാൻ ആതിരെ വിളിക്കാം. എന്തൊക്കെയുണ്ട് ടീച്ചറെ പണിക്കർ സാറിന്റെ വിശേഷങ്ങൾ? ഗീതാ മാഡം വിളിക്കാറില്ലേ? ഉണ്ട്. വലിയ കുഴപ്പമില്ലാതെ വിജയ് അവിടവുമായി അഡ്ജസ്റ്റ് ആയിന്നാ പറഞ്ഞത്. ആതിര ചെന്നപ്പോ അവളോടും വലിയ കാര്യമായിട്ടാ പെരുമാറിയതെന്നും പറഞ്ഞു. പക്ഷേ അപ്പുവിനോടിപ്പോഴും അതേ ദേഷ്യവും പകയും ഒക്കെയാ. എന്താ ചെയ്യുക? താൻ റെഡിയായി കഴിഞ്ഞില്ലേ ഇതുവരെ? കഴിഞ്ഞു. എന്നാലും എന്തോ മറന്നതുപോലെ. പണ്ട് കൊരങ്ങച്ച മുതലച്ചാരോട് പറഞ്ഞതുപോലെ അത്തിമരക്കൊമ്പിൽ ഹൃദയം മറന്നു വെച്ചിട്ടൊന്നും ഇല്ലല്ലോ. അങ്ങനെ എന്തോ ആണ് മറന്നെന്ന് തോന്നുന്നു. തനിക്ക് നന്ദൻ സാറിന്റെ ഒപ്പം പോവാതെ പറ്റില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഇത്ര പെട്ടെന്ന് താനൊരു ബ്രേക്ക് എടുക്കുമെന്ന് വിചാരിച്ചില്ല. സാരില്ലടോ, ഞാൻ തന്നെ കുറ്റപ്പെടുത്തിയൊന്നുമല്ല. കൂടെ ഉണ്ടായിരുന്ന ഇത്രയും ദിവസങ്ങൾ എനിക്കുണ്ടായിരുന്ന ആശ്വാസം എത്ര വലുതായിരുന്നെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്കും അങ്ങനെ തന്നെ. അപ്പോ നന്ദൻ സാർ പറഞ്ഞു, ഒരിക്കലും വീട് വിട്ട് ഇയാളിങ്ങനെ മാറി നിന്നിട്ടില്ലെന്ന്. ആദ്യമായിട്ടാ മറ്റൊരാൾക്ക് വേണ്ടി സ്വന്തം കാര്യം ഇങ്ങനെ മാറ്റിവെച്ച് താനിങ്ങനെ മെനക്കെടുന്നെന്ന്. അതൊരു മെനക്കേടായിട്ട് ഞാൻ കരുതിയിട്ടില്ല. അറിയാം, ഈ വീട്ടിലെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലേക്ക് എത്താൻ വന്നു കയറിയത്. ഇവിടെ വന്നിട്ടും എന്റെ ഫ്രണ്ടായതിന്റെ കാരണത്താൽ തനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും അതിലൊന്നും ഒരു പരാതി പോലും പറയാതെ എന്നെയും എന്റെ ഈ ദുരിതം പിടിച്ച ജീവിതത്തെയും കുറച്ചു ദിവസത്തേക്കെങ്കിലും ഹാപ്പിയാക്കി തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. താങ്ക്സ് ആതിര, താങ്ക്സ് എ ലോട്ട്. നന്ദി പറഞ്ഞ് എന്നെ ഒഴിവാക്കണോ അപ്പോ? ഒരിക്കലും അല്ല ഡിയർ. തന്നെ പിരിയുന്നതിന്റെ വിഷമം മെലോഡ്രാമയാക്കി കൊളവാക്കാതിരിക്കാൻ ഞാനൊന്ന് ഫോമലായെന്നേ ഉള്ളൂ. ചില നേരത്തെ ഒഴിവാക്കലുകൾ കൂടുതൽ ശക്തിയോടെ വീണ്ടും ഒന്നിക്കാൻ വേണ്ടിയായിരിക്കും. ആയിരിക്കാമെന്നല്ല, ആണ്. എനിക്ക് ഉറപ്പാ. ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും ഒപ്പം ഉണ്ടാവുന്ന പ്രതീക്ഷിച്ച ആഗ്രഹിച്ചൊരു ഫ്രണ്ടായിരുന്നു മാളു. പക്ഷെ അപ്പൂലെ ആണിനോട് ഒരിക്കലും
അവൾക്ക് പൊരുത്തപ്പെടാൻ പറ്റിയിട്ടില്ല. ഒരു ഡോക്ടറുടെ കൈയും പിടിച്ച് അവൾ എൻ്റെ ജീവിതത്തിൽ നിന്നും സൗഹൃദത്തിൽ നിന്നും പെട്ടെന്നങ്ങ് ഇറങ്ങിപ്പോയപ്പോൾ ഇരുട്ടായിരുന്നു കണ്ണില്. പക്ഷേ ഈശ്വരൻ എന്നോട് ഒരു ഉപകാരം ചെയ്തു. അവളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാൻ സമയം തന്നില്ല എനിക്ക്. ഒന്നിനു പിറകെ ഒന്നായി കൂടുതൽ സങ്കടങ്ങൾ കുത്തി നിറച്ച് ജീവിതം അങ്ങ് ഫുൾ കളറാക്കി. സ്വന്തം അച്ഛനെതിരെ ന്യൂസ് വീഡിയോ കൊടുക്കാനും പിന്നെ കോടതിയിൽ പോയി VP രക്ഷിക്കാനും പിന്നെ കേസും കോടതിയും ദാ ഒടുവിലിപ്പോ ഭ്രാന്താശുപത്രിയും. പറയുമ്പോ എല്ലാം പറയണമല്ലോ. അതിനിടയിൽ ഒരു നല്ല സൗഹൃദം കൊണ്ട് ജീവിതത്തോട് വീണ്ടും കൊതി തോന്നിപ്പിക്കുകയും ചെയ്തു ദൈവം. താനടുത്തുള്ള ഇത്രയും ദിവസങ്ങൾ ഒരു സങ്കടങ്ങളും എന്റെ കണ്ണു നിറച്ചില്ല. പക്ഷേ ഇപ്പോ തൽക്കാലത്തേക്കെങ്കിലും താൻ പോവാന്നറിയുമ്പോ ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന പോലെ, പെട്ടെന്ന് വീണ്ടും ഒരു ഇരുട്ടിൽ തനിച്ചായ പോലെ. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ അപ്പു. പോയാലും ഞാനിങ്ങ് വരില്ലേ? അറിയാം, എന്നാലും ഈ മിസ്സിംഗ് അല്ലാതാവില്ലല്ലോ. വേണ്ട, ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തന്നെ കൂടി സെൻഡ് ആക്കുന്നില്ല. നന്ദൻ സാർ വെയിറ്റ് ചെയ്യാ. വാ, ഇറങ്ങാൻ നോക്ക്. ഞാൻ ഗീതയോട് അപ്പുവിന്റെ സർജറി കാര്യം ഓർത്ത് ടെൻഷൻ ആവുകയേ വേണ്ട എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതേതായാലും നന്നായി ടീച്ചറെ. പണിക്കർ സാറിന്റെ കാര്യം നോക്കാൻ തന്നെ മാഡം അവിടെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇനി അതിന്റെ കൂടെ സർജറിയുടെ ടെൻഷൻ കൂടെ തലയിലെടുത്ത് വെക്കാതിരിക്കുന്നതാ നല്ലത്. അത് മാനേജ് ചെയ്യാൻ ഇവിടെ നമ്മളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സമയമാകുമ്പോ ഗീത തന്നെ എല്ലാത്തിനും ഓടി നടക്കാൻ തയ്യാറായി മുന്നിലുണ്ടാവും. അതാ സ്വഭാവം. അപ്പുവിന്റെ കാര്യമാകുമ്പോ പ്രത്യേകിച്ച്. ഏതായാലും ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. അതിനുള്ളിൽ പണിക്കർ സാറിന്റെ കാര്യത്തിൽ എന്താ ഡെവലപ്മെന്റ്സ് എന്ന് അറിയട്ടെ. കേസിന്റെ മെഡിക്കൽ പ്രോഗ്രസ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യും വേണം. കേസിന് വിജയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒന്നും വരില്ലല്ലോ അല്ലേ? ഇങ്ങനെയൊരു പരിഗണനയുള്ളതുകൊണ്ട് വിധി നമുക്ക് അനുകൂലമാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി കൂടുതൽ കുഴപ്പങ്ങളിലൊന്നും സാറ് ചെന്ന് ചാടാതിരുന്നാൽ മതി. ഇതെന്തൊരുക്കാണ് മാഡം. ഞാൻ എപ്പോഴേ വിളിച്ചു പറഞ്ഞതാ നേരത്തെ റെഡിയായി നിൽക്കണമെന്ന്. ചേട്ടൻ വിളിച്ചിട്ട് അതിനുവേണ്ടി സമയമൊന്നും ആയില്ലല്ലോ. ഞാൻ അപ്പുവിനോട് സംസാരിക്കുമായിരുന്നു. ഇനി എന്താ പ്രത്യേകിച്ച് സംസാരിക്കാനുള്ളത്? നമ്മുടെ ഫാമിലി ഹിസ്റ്ററി മുഴുവൻ അപ്പുവിന് മനപ്പാടമാണല്ലോ. എന്നാലും കുടുംബചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ ചില കാര്യങ്ങൾ മിസ്സിംഗ് ആണ്. സാരമില്ല, സൗകര്യം പോലെ ഞാനതൊക്കെ പൂരിപ്പിച്ചെടുത്തോളാം. ആതിര കൂടി ഉള്ളത് എനിക്കൊരു കൂട്ടായിരുന്നു. എന്നെക്കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കില്ല എന്നതൊഴിച്ചാൽ വക്കീലിന്റെ അനിയത്തിയെക്കുറിച്ച് എനിക്കൊരു പരാതിയില്ല കേട്ടോ. നല്ല കുട്ടിയായി ഇവള്. ആ പരാതി ടീച്ചർക്ക് മാത്രമല്ല, ഇവളെ പരിചയപ്പെടുന്ന എല്ലാവർക്കും ഉണ്ട്. എല്ലാ കാര്യത്തിലും ഇവളുടെ കൈയെത്തിയാലേ ഒരു പെർഫെക്ഷൻ ഉണ്ടാവൂ എന്നൊരു ചെറിയ അഹങ്കാരം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാ. അപ്പോഴേ ഞാനിവളെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന കരുതി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാതിരിക്കരുത് കേട്ടോ. നാളത്തെ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ ആതിര ഫ്രീ ആണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഇവളെ അറിയിക്കണം. അതിനെ ഒരു മടിയും വിചാരിക്കരുത്. ഇവിടിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല നന്ദൻ. ഇനിയിപ്പോ അപ്പുവിന്റെ സർജറി അടുപ്പിച്ചുള്ള ആവശ്യമല്ലേ ഇവിടെയുള്ളൂ. അതിന് ആതിരയുടെ സഹായം എന്തായാലും വേണം. ഇനി അത് കണക്കാക്കി വന്നാൽ മതിയാകും. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ടീച്ചറെ. ശരി. അപ്പു വരുന്നുണ്ടോ ഞങ്ങളൂടെ? നാളത്തെ ചടങ്ങ് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് തിരിച്ചു വരാം. ഇല്ല സർ, ഇവിടെ ആന്റി മാത്രമല്ലേ ഉള്ളൂ. ആന്റിയെ തനിച്ചാക്കി എനിക്ക് വരാൻ പറ്റില്ല. ഓ സോറി, ഞാനത് ഓർത്തില്ല. അപ്പൊ ഇറങ്ങട്ടെ. അതിരാ വാ. ആന്റി പോയിട്ട് വരാം. പോയിട്ട് വാ. അപ്പു പോട്ടെ. പോയിട്ട് വരാം.
അല്ല, എന്തു പറ്റി? എന്നോട് റീഡിംഗ് റൂമിലേക്ക് പോകുമെന്ന് പറഞ്ഞ ആള് എന്താ ഇപ്പൊ ഇവിടെ തന്നെ നിൽക്കുന്നത്? എന്തു പറ്റി? എന്താ പോകാഞ്ഞത്? ഓ, പോകാൻ തോന്നിയില്ല. അതെന്താണെന്നാ ചോദിച്ചത്. വിപിയുടെ ഫ്രണ്ട് അവിടെ വന്നില്ലേ? അത് പോയി നോക്കിയാലല്ലേ അറിയൂ. അതെന്താ പോയി നോക്കാത്തത്? ഞാൻ പുറത്തു പോകുന്നതും ആരോടെങ്കിലും സംസാരിക്കുന്നതും ഗീതയ്ക്ക് ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. ഗീതയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഇനി മുതൽ ഞാൻ ചെയ്യില്ല. പോരെ? വിപി റീഡിംഗ് റൂമിൽ പോകുന്നതും അവരോട് സംസാരിക്കുന്നതും എനിക്കിഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞോ? പറഞ്ഞില്ലെങ്കിൽ എനിക്കറിയാം. തൻ്റെ മുഖമൊന്ന് വാടിയാൽ പോലും അതിൻ്റെ കാരണം എന്താണെന്ന് പറയാതെ തന്നെ എനിക്ക് മനസ്സിലാവും. കേട്ടോ? എന്നാലേ അതുപോലെ തന്നെ എനിക്കും ഒന്ന് കൂട്ടിക്കോ. എനിക്ക് സങ്കടാവെന്ന് കരുതിയല്ലേ വിപി റീഡിംഗ് റൂമിലേക്ക് പോവാതിരിക്കുന്നത്. വിപി ധൈര്യമായിട്ട് പൊയ്ക്കോ. പോയി അവിടെ ഇരുന്ന് വായിക്കുകയോ ഫ്രണ്ടിനോട് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കുകയോ ചെയ്തോളൂ. എനിക്കതിലൊന്നും യാതൊരു സങ്കടമോ പരാതിയോ ഒന്നുമില്ല. കേട്ടോ? സത്യമായിട്ട് പറയുന്നതാണോ താൻ? അതേന്നേ, വിപിയാണ് സത്യം. പോരെ? ഇപ്പോൾ വിശ്വാസമായല്ലോ. ആ, ഓക്കെ. എന്നാ ഞാനൊന്ന് പോയിട്ട് വരാം. ചിലപ്പോൾ രേണുക എന്നെ അവിടെ വെയിറ്റ് ചെയ്യായിരിക്കും. കാത്തിരുന്ന് മുഷിഞ്ഞിട്ട് ചിലപ്പോൾ അവർ തിരിച്ചു പോയിട്ടുണ്ടാവും. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. കേട്ടോ? വിപി, ഒരു മിനിറ്റ്. എന്താ? വിപിക്കിപ്പോൾ ഇവിടെയൊക്കെ നല്ല പരിചയമായില്ലേ? പോരാത്തതിന് ഡോക്ടറും വിപിയുടെ ഫ്രണ്ടും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. അതിനെന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാനിവിടെ 2-3 ദിവസം ഇല്ലെങ്കിലും വിപിക്ക് അതൊരു പ്രശ്നമാവില്ലെന്ന് തോന്നുന്നു, അല്ലേ? അതെന്താ ഇപ്പം അങ്ങനെ തോന്നാൻ? അല്ല, ഞാൻ 2 ദിവസം കൂടെ ഇല്ലാതിരുന്ന വിപിക്ക് അതൊരു ബുദ്ധിമുട്ടാവുമോ? എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? എനിക്കൊന്ന് വീട്ടിൽ പോയാൽ കൊള്ളാമെന്നുണ്ട് വിപി. അവിടെ എന്താ വിശേഷിച്ച്? വിശേഷമൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും അവിടെ വരെ പോകേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ബാങ്കിലും നേരിട്ട് ചെല്ലേണ്ട കാര്യമുണ്ട്. ഞാൻ പോയിട്ട് വരുന്നവരെ വിപിക്കൂടെ തനിച്ച് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ല വിപിക്ക് അത് വിഷമാവുമെങ്കിൽ ഞാൻ പോകുന്നില്ലെന്ന് വെക്കാം. ഏയ്, പോവാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇയാൾ കൂടെ ഇല്ലെങ്കിൽ അതൊരു വിഷമം തന്നെയാണ്. എന്നാലും സാരമില്ല. അത്യാവശ്യകാരായതുകൊണ്ടായിരിക്കുമല്ലോ താൻ പോകണമെന്ന് വിചാരിക്കുന്നത്. എന്നാ പിന്നെ അത് നടക്കട്ടെ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. താൻ പോയിട്ട് സാവധാനം വന്നാൽ മതി. ആ, പിന്നെ അവിടെ ആ വീടൊക്കെ ആരെങ്കിലും ഒന്ന് വിളിച്ച് ക്ലീൻ ചെയ്യിപ്പിക്കണം. നമ്മളവിടുന്ന് പോന്നിട്ട് കുറച്ച് ദിവസങ്ങളായില്ലേ? ശോ, ഒക്കെ പൊടിയും മാറാലിയും പിടിച്ച് കോലം കെട്ട് കിടക്കുന്നുണ്ടാവും. പിന്നെ ഗാർഡൻ മുഴുവൻ പുല്ല് പിടിച്ച് നാശമായിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ചെത്തി വെടുപ്പാക്കണം. ഒക്കെ അവിടെ നിന്ന് ചെയ്യിച്ച് വൃത്തിയാക്കി താൻ സാവധാനം വന്നാൽ മതി. കേട്ടോ? ധൃതി പിടിക്കണ്ട. എന്നാ പിന്നെ താൻ പോകാൻ റെഡി ആയിക്കോ. ഞാൻ രേണുയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. എന്നെ വെയിറ്റ് ചെയ്ത് വല്ലാതെ ബോറടിച്ചിട്ടുണ്ടാവും. ഞാൻ പോയിട്ട് വരാം. കേട്ടോ? ഓക്കെ. ആ, എക്സ്ക്യൂസ് മീ. എന്താ? രേണുക ടീച്ചറെ കണ്ടിരുന്നോ? ഇല്ല. റീഡിംഗ് റൂം കാണുന്നു പറഞ്ഞിരുന്ന. ചെന്ന് നോക്കുമ്പോൾ ടീച്ചർ അവിടെ ഇല്ലെന്നേ. അവിടെ ഇല്ലെങ്കിൽ പിന്നെ പ്രേയർ ഹാളിലോ യോഗ ഹാളിലോ കാണും. പ്രയർ ഹാളിലും യോഗ ഹാളിലൊക്കെ ഞാൻ നോക്കിയതാണല്ലോ. പിന്നെ അത് എവിടെ പോയി? ഇനിയിപ്പോൾ എന്നെ കാണാതെ തിരിച്ച് റൂമിലേക്ക് പോയിട്ടുണ്ടാവൂ. ടീച്ചറെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കൊള്ളാം, നല്ല ആളാ. രാവിലെ റീഡിംഗ് റൂം കാണുന്നു പറഞ്ഞിട്ട് ഞാൻ എവിടെല്ലാം അന്വേഷിച്ചെന്നറിയോ? ഞാൻ കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് സാറിനെ കാണാത്തതുകൊണ്ടാ തിരിച്ചു പോന്നത്. ഞാൻ കരുതി എന്നോട് പറഞ്ഞത് മറന്നുപോയി കാണുമെന്ന്. മറക്കാനോ? കൊള്ളാം, നല്ല കഥയായി.
റീഡിംഗ് റൂം തുറക്കട്ടെ എന്ന് കരുതി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. എന്നിട്ടെന്താ ലേറ്റായത്? അത് ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. നമ്മൾ തമ്മിൽ ഒരുപാട് നേരം സംസാരിച്ചിരിക്കുന്നതിനെ പറ്റി ഗീതയ്ക്കൊരു പരാതി പോലെ. അതേ ചൊല്ലി ഇന്നലെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വഴക്കിട്ടു. എന്നിട്ട് ഇപ്പോഴും രണ്ടുപേരും പിണക്കത്തിലാണോ? ഹേയ് നോ നോ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ പിണങ്ങാറൊന്നുമില്ല. എന്നാലും ആൾക്കൊരു സങ്കടം ഉണ്ടായിരുന്നേ, അതുകൊണ്ട് ഗീതയോട് പറഞ്ഞിട്ട് പോരാന്ന് കരുതി. അപ്പൊ പിന്നെ ഗീത കുളി കഴിഞ്ഞ് ഇറങ്ങുന്നവരെ വെയിറ്റ് ചെയ്തു. അതാ ലേറ്റ് ആയത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പിന്നെന്താ, ചോദിച്ചോളൂ. നമ്മുടെ ഈ സംസാരവും ഫ്രണ്ട്ഷിപ്പും ഒന്നും സാറിന്റെ വൈഫിന് അത്ര ഇഷ്ടാവുന്നില്ലല്ലേ? തുറന്നു പറയുകയാണെങ്കിൽ ഗീതയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ടീച്ചറോടുള്ള ദേഷ്യമല്ല കേട്ടോ. ഞാൻ അങ്ങനെ മറ്റുള്ളവരോട് കൂടുതൽ അടുത്ത് പെരുമാറുന്നതും ക്ലോസ് ആവുന്നതൊന്നും പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, എന്റെ കാര്യത്തിൽ അല്പം പൊസസീവാണ്. അല്പല്ല, അല്പം കൂടുതൽ പൊസസീവാണെന്ന് പറയുന്നതാവും ശരി അല്ലേ? ആ, അങ്ങനെയും പറയാം. തിരിച്ച് സാറോ? ഭാര്യയുടെ കാര്യത്തിൽ സാറിന് അങ്ങനെ ഒരു പൊസസീവ്നെസ് തോന്നാറുണ്ടോ? അങ്ങനെ തോന്നാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. സ്നേഹക്കൂടുതലുള്ളിടത്ത് ഉറപ്പായും ഇതൊക്കെ ഉണ്ടാവുന്ന സ്വാഭാവികമല്ലേ? ശരിയാ. സ്നേഹിക്കപ്പെടുക എന്നത് തന്നെ ഒരർത്ഥത്തിൽ ഒരു പിടിച്ചടക്കലോ അല്ലെങ്കിൽ ഒരു കീഴടങ്ങലോ ആണ്. പിടിച്ചടക്കുന്നയാൾ ഉടമയും കീഴടങ്ങുന്നയാൾ അടിമയും. അത്ര അസംബന്ധ ധാരണകളൊക്കെ എപ്പോഴേ പൊളിച്ചെടുക്കേണ്ട സമയം കഴിഞ്ഞു. ഹെൽത്തിയായ ഒരു റിലേഷൻഷിപ്പിലും അങ്ങനെ ഒരു അടിമ ഉടമ ബന്ധം പാടില്ല. തൻ്റെ ഒപ്പമുള്ള ആൾക്കും തുല്യ പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിയുന്നിടത്താണ് ഒരു ബന്ധം ഏറ്റവും മനോഹരമായി തീരുന്നത്. ശരിയല്ല ടീച്ചർ? ശരിയാണ്. പക്ഷെ ഈ തുല്യത പലപ്പോഴും പറച്ചിലേ ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ട് ഈ മനോഹാരിതയും നല്ലൊരു ശതമാനം സങ്കല്പത്തിൽ മാത്രമാണ്. ആ, അത് സത്യ. മുഖം മൂടികളാ എവിടെയും. സ്നേഹത്തിലും സൗഹൃദത്തിലും കുടുംബത്തിലും എവിടെയും എല്ലായിടത്തും മുഖം മൂടികളാ. സ്വന്തം കാര്യസാധ്യത്തിനായി മാത്രം ഓടിപ്പാഞ്ഞു നടക്കുന്ന മനുഷ്യൻ. അതിനിടയിൽ ആത്മാർത്ഥമായി സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ ആർക്കാ എവിടെയാ നേരം? ആത്മാർത്ഥമായി സ്നേഹിച്ചതുകൊണ്ട് മാത്രം ഭ്രാന്തായി പോയ ഒരു ഈ ലോകത്തിലില്ലേ സാർ? ശരിയാ, ഭ്രാന്ത് തന്നെയാ, ശുദ്ധ ഭ്രാന്ത്. ആരെയും കൂടുതൽ സ്നേഹിക്കാതിരിക്കുന്നത് തന്നെയാ നല്ലത്. നമ്മൾ എത്ര സിൻസിയറായി സ്നേഹിച്ചിട്ടും കാര്യമൊന്നുമില്ല ടീച്ചർ. ഇറങ്ങിപ്പോണെന്ന് അവർക്ക് തോന്നിയ ഒരു യാത്ര പോലും പറയാതെ, ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവും. അതിപ്പോ ഭാര്യ ആയാലും മകളായാലും ഭർത്താവായാലും അച്ഛനായാലും എല്ലാവരുടെ കാര്യവും കണക്കാ. അങ്ങനെ ആരും സാറിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോവാതിരിക്കട്ടെ. അതും ഞാൻ കാരണം. ഗീതയുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. എങ്കിൽ പേടിക്കണ്ട, അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്.